ഇതെന്തോ ഈ കിടക്കുന്ന അരിയൊക്കെ? എന്തോ ഞാൻ അരി വാങ്ങിച്ചോണ്ട് വന്നു. ഇവിടെ കമന്ന് വീണ് എന്റെ അരി ഇനി അത് കളഞ്ഞ് ഞാനും കൂടെ തലയടിച്ച് വീണു. അധികാരികളുടെ ശ്രദ്ധയിലേക്ക് തന്നെയാണ് ഞങ്ങൾ ഈ വാർത്ത എത്തിക്കുന്നത്. എന്തെങ്കിലും ആവശ്യം പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടോ പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ ജാതി അധിക്ഷേപമാണ് ആദ്യം കേൾക്കുന്നത്. ഇതിലെ കൂടെ പോകുമ്പോൾ വില്ലേജ് ഓഫീസർ പറയുന്നു 2 മാസത്തേക്കുള്ള അരിയും സാധനവും അമ്മ വാങ്ങിച്ചു വെച്ചോണ്ട് തയ്ക്കിരുന്നോളാന്. വില്ലേജ് ഓഫീസർ വന്ന വഴിക്ക് കാണാമെന്ന സാറ് പലരോടും ചോദിച്ചു. വലിയ വലിയ ആൾക്കാരോട് ചെല്ലമ്മയ്ക്ക് വഴി കൊടുക്കണോ, ചെല്ലമ്മയ്ക്ക് വഴി കൊടുക്കണോ. സന്നദ്ധ സംഘടനാ പ്രവർത്തകരോ ക്ലബ് അംഗങ്ങളോ ആരെങ്കിലും ഒക്കെ ഇവർക്ക് ഒന്ന് സഹായിക്കാനുള്ള കരുണ കാട്ടണം. നമസ്കാരം. പുത്തൂർ SN പുരം 17-ാം വാർഡിലെ ചെല്ലമ്മ വിളിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്. ഈ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നേ. അമ്മേ, ഇതെന്തോ ഈ കിടക്കുന്ന അരിയൊക്കെ? ഞാൻ അരി വാങ്ങിച്ചോണ്ട് വന്നു. ഇവിടെ കമന്ന് വീണ് എന്റെ അരിയും കളഞ്ഞ് ഞാനും കൂടെ തലയടിച്ച് വീണു എഴുന്നേച്ച അരിയായി കിടക്കുന്നു. ഇതെന്തുവായിരുന്നു ഇത് സംഭവിച്ചത്? ഇങ്ങോട്ട് പോകാൻ വഴിയൊന്നുമില്ലേ? വഴിയില്ല, എനിക്ക് വഴിയില്ല. എന്റെ വഴിയാണ് ഈ കാണുന്നത്. ഈ വഴി കൂടാണ് ഞാൻ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. പകുതി മുക്കാലും എനിക്ക് കിട്ടത്തില്ല. ഈ കണ്ടെത്തി കളയും. ബാബാ, നമുക്കൊന്ന് നടക്കാം. ഈ അമ്മ ഇത്രയും ഭാഗമൊക്കെ കാട് മൂടി കിടക്കുവായിരുന്നു. വൃത്തിയാക്കിയോ? അതോ ഞാൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കിയതാ. ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഈ വീഴ്ച എന്റെ അരിയും കളഞ്ഞ സങ്കടം കൊണ്ട് കളഞ്ഞല്ലോ, അന്നമാണല്ലോ എന്ന് കണ്ട് ഞാൻ വന്നു. ഞാൻ വെട്ടി തെളിച്ച ഇതിലെ തന്നെ ഈ വഴി. ഈ സമയത്ത് പോലും ഇത് മഴക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി അങ്ങോട്ട് തുടങ്ങുമ്പോ എന്തുവാ ഇതിലെ കൂടെ പോകുമ്പം വില്ലേജ് ഓഫീസർ പറയുന്നു 2 മാസത്തേക്കുള്ള അരിയും സാധനവും അമ്മ വാങ്ങിച്ചു വെച്ചോണ്ട് കരക്കിരുന്നോളാനാ പറഞ്ഞത്, എന്നോട് പറഞ്ഞത്. ഞാൻ അതിന്റെ പിറ്റേ ദിവസം ചെന്ന് ഞാൻ ചോദിച്ചു, എനിക്ക് അരിയും സാധനവും മേടിച്ചു തരാൻ പറഞ്ഞു. അപ്പൊ അവരവിടുന്ന് എണ്ണിച്ചങ്ങ് മാറി. ഞാൻ പട്ടികാരിയാണോന്നാ എന്നോട് ചോദിച്ചത്. എന്റെ വിഷമതയ്ക്ക് പരിഹാരമാണ് സാറ് റിപ്പോർട്ട് ചെയ്യേണ്ടുന്നത്. പക്ഷെ സാർ ആ രീതിയിലല്ല എന്നോട് സംസാരിക്കുന്നത്. അമ്മയ്ക്ക് ഇല്ല കാണുന്ന കാട്ടിനകത്തൂടെ അമ്മയ്ക്ക് അങ്ങോട്ട് വഴി തരാം, അമ്മ അങ്ങനെ പോകുന്നു പറഞ്ഞു. നല്ല വഴിയെ പോയാൽ ഞാൻ മറിഞ്ഞു വീഴുന്ന കണ്ണിന് കാഴ്ച കുറവുണ്ട് എനിക്ക്. ഈ വടിയുടെ സഹായത്താലൊക്കെയാണ് ഞാൻ ഈ അക്കരെ പോകുന്നത്. അത് വീഴുന്നിടത്ത് വീഴും, എഴുന്നേക്കുമ്പോ എഴുന്നേക്കും, ക്ഷീണം തീരുമ്പോ ഞാൻ എഴുന്നേക്കും. ഈ അമ്മ ഒറ്റയ്ക്ക് ശരിക്കും ഈ ഒരു വഴിയിലൂടെ ഒന്നും പോവാൻ ഭയങ്കര പാടാണ് കേട്ടോ, ഭയങ്കര പ്രയാസമാണ്. എങ്ങനെയാണോ ഇതിലേക്കൂടെ പോകുന്നത്? എന്റെ ഭർത്താവിനെ രക്ഷിക്കുന്നതിനും എന്റെ മകളെ, മാനസിക രോഗിയായ മകളെ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകുന്നതിനും എനിക്കൊരു വഴിയില്ലാത്ത സങ്കടം എനിക്ക് സഹിക്കാനൊക്കാത്ത. ഇപ്പോഴെനിക്കും കണ്ണിന് കാഴ്ച കുറവ് വരുന്നുണ്ട്. എനിക്കും നടക്കാൻ വയ്യ. റോഡിൽ ഇറങ്ങിയാൽ ഒരു വണ്ടി വരുന്നത് പോലും എനിക്ക് സൂക്ഷ്മമായി കാണാനുള്ള ഒരു പറ്റത്തില്ല എനിക്ക്. ഇപ്പൊ സാറിന്റെ മുഖം തന്നെ എനിക്ക് കറുത്തു ഇരുട്ട് പോലാ തോന്നുന്നത്. ആ അവസ്ഥയിലാ. എന്റെ കണ്ണിന് ചികിത്സയ്ക്കും പോയി ഞാൻ കിടന്നാലേ ഈ 2 എണ്ണത്തിനെ ആര് നോക്കും? ആ വയ്യാത്തതുങ്ങൾക്ക് ആഹാരവും വെള്ളവും കൊടുക്കണ്ടായോ? വെളുപ്പിലെ 4-5 മണിയാവുമ്പം എനിക്ക് ഫ്രിഡ്ജൊന്നുമില്ല പാല് വാങ്ങിച്ചുകൊണ്ട് വെക്കാൻ. പിന്നെ ഓടിപ്പോയി ഒരു കവർ പാല് വാങ്ങിക്കണമെങ്കിൽ ഇതിലേ പോയി അല്ല വയടമ്പത്തൂടെ അങ്ങ് കയറും. അല്ല അത് ഈ അരുവിനൂടെ, അതും വെള്ളവാ. വല്ലാത്ത കഷ്ടം തന്നെ ഈ വഴിയിലൂടെ ഇങ്ങനെ വടിയെല്ലാം പിടിച്ച്. അമ്മ തന്നെയാണ് ഈ വടി? ഈ വടിയല്ല, എന്റെ ജീവിത രക്ഷയ്ക്ക് ഞാൻ വീഴാതെ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുക. ഈ വടി ഞാൻ കുത്തി വെച്ചിരിക്കുന്നേ. ഇങ്ങനെ ഓരോ വടികൾ കുത്തി. ശരിക്കും ഇവിടെ ഈ വരമ്പത്തൂടി പോകുമ്പോ അമ്മയ്ക്ക് കണ്ണ് കണ്ടുകൂടാത്തതാ. ഈ കണ്ണ് കണ്ടുകൂടാത്ത അമ്മ ഇവിടെ ഇങ്ങനെ ഈ വടികൾ കുത്തി വെച്ചിരിക്കുന്ന അടയാളം തൊട്ടിട്ടാണ് പിന്നെ ഇങ്ങനെ നടന്നു പോകുന്നത്. എനിക്ക് വില്ലേജ് ഓഫീസറോട് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടോ? ആ കമ്പേ പിടിച്ചു, ആ കമ്പേ പിടിച്ചു, ആ കമ്പേ പിടിച്ചു.
എന്തൊരു പാടാ ഇതിലേക്കൂടെ വരാൻ. ഇതിലെയാ ഞാൻ ഈ അരിയും സാധനവും എല്ലാം കൊണ്ടുവരുന്ന. ഇതിലേ തന്നെയല്ലേ എനിക്കൊരു വഴി. കമ്പ് പിടിച്ചോണ്ടാട്ടെ, ഇതിലെ പിടിച്ചോണ്ടാട്ടെ. ഇതിന് ഇതായിട്ടാണ് ഞാൻ ഈ വടി കുത്തിയിരിക്കുന്നത്. സാറുമാര് വന്നനൊക്കെ ഇതേ ഈ കാണുന്നത്. ഇനി പേടിക്കണ്ട. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ അമ്മയുടെ വീട്ടിലോട്ടുള്ള വഴി എത്തി. ഈ വഴിന്ന് ദേ ആ മേലെ കാണുന്ന വീടാണ് അമ്മയുടേത്. അമ്മ ഈ വഴിയൊക്കെ ഞാൻ ഇവിടെ വരുമ്പം അതുപോലെ തന്നെ ഞാൻ മറിഞ്ഞു വീഴുന്നുണ്ട്. രാവിലെയും വൈകിട്ടുമായിട്ട് ഈ മണ്ണ് ഇത്രയും കിളച്ച് എനിക്ക് അവിടം വരെയെങ്കിലും വീഴാതെ പോകാമല്ലോ എന്ന് കരുതി ആ ചാക്കാണ് ഇട്ടിരിക്കുന്ന മണ്ണ് കോരിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ ഒറ്റയ്ക്ക് ചെയ്തതാ. ഒറ്റയ്ക്ക് ചെയ്തതാ. ഇന്നലെയും വൈകിട്ട് വന്ന് ചെയ്തു. ഇന്നും ഇത് ഇത്തിരിയുടെ കഴിഞ്ഞ് മണ്ണ് അങ്ങോട്ട് ഇടണമല്ലേ, വെള്ളം കയറി അതേപോലെ എനിക്ക് മറിഞ്ഞു വീണ് പറ്റത്തുള്ളൂ. മറിഞ്ഞു വീഴും ഞാൻ. ശരിക്കും ഭയങ്കര ടാസ്ക് തന്നെയായിരുന്നു. ഇത് വലിയ കഷ്ടപ്പാടാണ് ഈ വഴി കൂടെ വരുന്നത്. എന്ത് പാടുപെട്ടിട്ടാന്നറിയാവോ. ഒന്നാമത് മഴ വരാൻ പോകുന്നു. ഈ ഒരു ചെറിയ മഴ പെയ്തിട്ട് കഴിഞ്ഞ 2 ദിവസമായി പെയ്ത മഴയിലാണ് ഈ സ്ഥിതിയെങ്കിൽ ഇനി എന്താവും അവസ്ഥ? ഈ അമ്മയുടെ അവസ്ഥ എന്താവും നോക്ക്. വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോ അവര് പറഞ്ഞത് ഇതിനപ്പുറത്തൊരു കാട് വഴിയുണ്ട്. അതുവഴിയെ ഞാൻ കയറി പോവാൻ. എനിക്ക് കുന്നും മലയും കയറാൻ എന്നെ കൊണ്ടൊക്കോ. ഇനി എനിക്ക് അമ്മ അതിലേ കയറി പോവും എന്നോട് ഞാൻ പറഞ്ഞ അമ്മയെ വിചാരിച്ച് എനിക്ക് വഴി ഇതിലേ തരണം. എൻ്റെ ഭർത്താവിനെയും എൻ്റെ മകളെയും ഈ നിരന്തരമായി ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എനിക്കുള്ളത്. മാനസിക രോഗിയായ ഒരു കുഞ്ഞിനെ കണ്ണു തുറന്നു നോക്കണം. അതിൻ്റെ അവസ്ഥ പല പ്രാവശ്യങ്ങളും പല സ്വഭാവങ്ങളാണ് മാനസിക രോഗിക്കുള്ളത്. അത് അനുഭവിക്കുന്നവർക്ക് അത് അറിയാനൊക്കും. ചിലപ്പോൾ നല്ല സ്വഭാവമായിരിക്കും, ചിലപ്പോ തിരിഞ്ഞ സ്വഭാവമായിരിക്കും. എത്ര വയസ്സുണ്ട് അമ്മയ്ക്ക്? എനിക്ക് 75 വയസ്സുണ്ട്. ഈ കാണുന്നതാണ് അമ്മയുടെ വീട്. ഇവിടേക്ക് വന്ന ആ ഒരു റിസ്ക് നിങ്ങൾ കണ്ടതാണല്ലോ. സ്വന്തം വഴി വെട്ടിക്കൊണ്ടാണ് ഈ അമ്മ ഇപ്പം പുറത്തേക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കാണുന്ന ഏതെങ്കിലും ക്ലബിലെ അംഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ പ്രവർത്തകരോ വില്ലേജ് ഓഫീസിൽ നിന്ന് പോലും അവർക്ക് നീതി ലഭിച്ചില്ല. ഒരു അച്ഛനും പ്രായമായ ഒരു പെൺകുട്ടിയും സുഖമില്ലാത്തൊരു മകനും ഉൾപ്പെടെയാണ് ഇവിടെ താമസിക്കുന്നത്. അങ്ങേറ്റം വേദനയോട് കൂടിയിട്ട് വളരെ ദാരിദ്ര്യപരമായിട്ടുള്ള രീതിയിൽ ഇവർ താമസിക്കുന്നു. ഇവരുടെ ഈ കുടുംബത്തിന്റെ ഈ ഒരു അവസ്ഥ കാണുന്ന ഏതെങ്കിലും സന്നദ്ധ സംഘടനാ പ്രവർത്തകരോ ക്ലബ് അംഗങ്ങളോ ആരെങ്കിലും ഒക്കെ ഇവർക്ക് ഒന്ന് സഹായിക്കാനുള്ള കരുണ കാട്ടണം. ഞാൻ ഒറ്റയ്ക്കാ സാറേ ഈ മണ്ണ് ഇത്രയും കിളച്ച് പിടിച്ച് എനിക്ക് ഇവിടെ ഒരു വഴി ഉണ്ടാക്കണം എന്നുള്ള, എനിക്ക് വീഴാതെ വരണം. എന്തെങ്കിലും കൊണ്ടുവന്ന ഒരു ആട്ടോയെങ്കിലും വരത്തക്ക രീതിയിൽ ഈ സുഖമില്ലാത്തതുങ്ങളെ കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സിക്കാൻ വേണ്ടി. ഈ വഴിയുമായിട്ട് ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങിയില്ലേ ഒരുപാട് നാള്? എന്താണ് അവര് പറയുന്നത്? അവര് ഇപ്പം ഞാൻ നേരത്തെ RDOക്കൊക്കെ പരാതി കൊടുത്തതാ. ഇതെല്ലാം പഞ്ചായത്ത് വരുമ്പോ ഇതെല്ലാം അവിടെ ഇരിക്കുക. പിന്നെ ഇതിനൊരു നടപടിക്രമവും ഇല്ല. സഹികെട്ട വീണ്ടും കലക്ടർ സാറിന് കൊണ്ട് കൊടുത്തത്. അപ്പോഴും അദ്ദേഹം പറഞ്ഞു ഞാൻ അതിന് അമ്മ ഒരു കാര്യം ഞാൻ ഓർഡർ കൊടുക്കാം. എവിടത്തേക്ക് എന്തോന്നു എനിക്ക് അറിഞ്ഞോട്ട് നമുക്ക് വില്ലേജ് ഓഫീസർ എന്ത് പറഞ്ഞു? വില്ലേജ് ഓഫീസർ വന്ന വഴിക്ക് കാണാൻ വന്ന സാറ് പലരോടും ചോദിച്ചു, വലിയ ആൾക്കാരോട്, ഇവിടുത്തെ എല്ലാ ആൾക്കാരോടും ചോദിച്ചു നടക്കുക. ചെല്ലമ്മയ്ക്ക് വഴി കൊടുക്കണോ? അവര് പറഞ്ഞിട്ടുണ്ട് ചെല്ലമ്മയ്ക്ക് വഴിയില്ല, ചെല്ലമ്മ വേറെ എവിടെയെങ്കിലും പൊക്കോട്ടെ, എങ്ങനെങ്കിലും ഇതങ്ങ് കൈവശമാക്കാം. അങ്ങനെ പറഞ്ഞ ആൾക്കാരേ ഉള്ളു. അത് കേട്ടപ്പോൾ പൊന്നുസാറിന് അങ്ങ് സന്തോഷമായി. ഇവള് പട്ടികജാതിക്കാരി തന്നെ. അപ്പൊ എന്റെ കേസ് വിധിന്യായം കൊണ്ട് കൊടുത്തു. ചോദിച്ചോ? കേസിന്റെ വിധിന്യായം അമ്മയുടെ ജാതി അമ്മ പട്ടികജാതിക്കാരി അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അന്നേരം കേട്ട് ചിരിച്ചോണ്ടങ്ങ് നിന്നിട്ട് അതിന്റെ പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു, സാറേ എന്റെ റിപ്പോർട്ട് എങ്ങനെ എഴുതി സാറ്? അത് അമ്മയ്ക്ക് വഴി തരണമെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഏതോ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ കലക്ടർ സാറിന്റെ അടുത്തൊന്ന് പോവും. ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് പോയാൽ മതി. അത് അദ്ദേഹം അവിടെ ഇല്ല, ലീവാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലീവാണെങ്കിലും ഞാനൊന്ന് പോവും തിരക്കാൻ. എന്നോട് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ തഹസിൽദാർ സാർ അവിടെ വന്ന് എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ചെന്ന് ഞാൻ ചോദിച്ചു, സാറേ എൻ്റെ കാര്യം അമ്മയ്ക്ക് വഴി തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മയ്ക്ക് ഞാൻ ചോദിച്ചു 2 മാസത്തേക്കുള്ള സാധനം വാങ്ങിച്ച് വെള്ളം കയറുമ്പോൾ ഞാൻ അവിടെ വെച്ച് കഴിച്ചുകൊണ്ടിരിക്കണമെന്ന് ഞാൻ എവിടുന്നാ പൈസ ഉണ്ടാക്കുന്നേ? വില്ലേജ് ഓഫീസറോട് ചോദിച്ചപ്പോ ഈ അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 2 മാസത്തേക്കുള്ള സാധനം മേടിച്ചിട്ട് മഴയാവുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങേണ്ട, വീട്ടിൽ തന്നെ അങ്ങ് ഇരുന്നോളാനാ പറഞ്ഞേക്കുന്നത്. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ? മഴയാവുമ്പോ വീട്ടിൽ തന്നെ ഇരുന്നാ മതിയോ? ഈ വഴിക്ക് വേണ്ടി കൊടുത്ത ആദ്യത്തെ പരിഹാരമാണ് ഇങ്ങനെയൊക്കെ. അമ്മ 2 മാസത്തേക്കുള്ള സാധനം വാങ്ങിച്ച് വീട്ടിലങ്ങ് ഇരുന്നു, പുറത്തിറങ്ങണ്ട.
എന്നോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, ഇതിലെ അങ്ങോട്ടൊന്ന് ഇറങ്ങി നടന്നാട്ടെ. എനിക്ക് എന്റെ ദേഹത്തൊക്കെ ചേറും വെള്ളമൊക്കെ വീഴും. അവർക്ക് ചേറും വെള്ളവും പറ്റും, നമുക്ക് പറ്റാം അല്ലേ? എനിക്ക് പറ്റാം. ഞാൻ പട്ടി അധികാരിയാ, അതുകൊണ്ട് എനിക്ക് വെള്ളം ചേറും എന്റെ ദേഹത്ത് വീഴുന്നതിന് ഒരു കുഴപ്പമില്ല. അതാ കാണുന്നേ. വൈകിട്ടും രാവിലെ ഇറങ്ങി അശ്രാന്ത പരിശ്രമം ചെയ്താണ് എന്റെ ഭർത്താവിനെയും മകളെയും ഈ റോഡിലെത്തിച്ച് ആശുപത്രി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴി ശരിയാക്കുന്നത്. ഈ വഴി ഒറ്റയ്ക്ക് കാണുന്ന ചാക്കില് മണ്ണ് നിറച്ച് ഞാൻ കൊണ്ടിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വേറെ ആരും അല്ല, അധികാരികളുടെ ശ്രദ്ധയിലേക്ക് തന്നെയാണ് ഞങ്ങൾ ഈ വാർത്ത എത്തിക്കുന്നത്. എന്തെങ്കിലും ആവശ്യം പറഞ്ഞോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ടോ പരാതി കൊടുക്കാൻ ചെല്ലുമ്പോൾ ജാതി അധിക്ഷേപമാണ് ആദ്യം കേൾക്കുന്നത്, അതിനുശേഷമാണ് പിന്നീട് നടപടി. ഇത് എവിടെയാണ് നടക്കുന്നത്? പ്രബുദ്ധർ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം കേരളത്തിൽ. ക്യാമറമാൻ അൻഷാദിനൊപ്പം ബിൽവൻസൻ, വിസ്മയ ന്യൂസ്.